ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരു ഫ്ലവർ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, ഒരു പുതിയ സ്റ്റിച്ച് വെച്ചിട്ടാണ്. വളരെ ഈസിയാണ്. ഈസി ആയിട്ടെന്ന് വെച്ചാൽ ഈവൻ ബിഗിനേഴ്സിന് വരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ, എന്നാൽ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സ്റ്റിച്ചായിട്ട് സാരിയിലായാലും ബെഡ്ഷീറ്റിലായാലും ടേബിൾ മാറ്റിലൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ അത് തയ്ക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. രണ്ട് രീതിയിൽ തയ്ച്ചാലും അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ അത് ഞാനിന്ന് തയ്ക്കുന്ന സ്റ്റിച്ച് 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലായിരിക്കും, 6 or 12 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലായിരിക്കും വളരെ അത് ഭംഗിയായിട്ട് കൂടി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റിച്ച് കണ്ടു നോക്കാം. ഇതുവരത്തെ സ്റ്റിച്ച് പുതിയതായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബെൽ ഐക്കൺ നിൽക്കാത്തവരുണ്ടെങ്കിൽ ബെൽ ഐക്കണും നിൽക്കുക. അപ്പോൾ ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസാണ്. കുറച്ച് നാൾ നമ്മൾ ഡിസ്പ്ലേ വീഡിയോസ് ആയിരുന്നു ഇതിനു മുമ്പ് കണ്ടുകൊണ്ടിരുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഡിസ്പ്ലേ വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സാരി ഏതെങ്കിലും കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ചുരിദാർ വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിരിക്കും കാണിക്കുന്നത്. സ്റ്റിച്ചസ് അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസങ്ങൾ നമ്മൾ ഡിസ്പ്ലേ വീഡിയോയും കാണിക്കുന്നതായിരിക്കും. അപ്പം ട്യൂട്ടോറിയൽ വീഡിയോസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ച് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത ദിവസം വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അത് ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടാലായിരിക്കും അതിന് നീറ്റായിട്ടുള്ള വർക്ക് ചെയ്യാൻ നിങ്ങൾക്കും പറ്റുള്ളൂ. അപ്പോൾ ഇത് ബിഗിനേഴ്സിനാട്ടോ പറയുന്നത്. ബിഗിനേഴ്സിന് ഞാൻ എല്ലാ പോയിൻറ്റ്സും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിലോട്ട് ഇൻഡിവിജ്വലി മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഇന്നത്തെ ഫ്ലവർ പാറ്റേൺ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫ്ലവർ പാറ്റേൺ. ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഈ ഒരു പേൾ കോട്ടൺ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും 2 സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ 2 വട്ടം ഇതുവരെ എടുത്തിരിക്കുന്നതാണ്. ഇതുവരെ 2 വട്ടം ഇതുവരെ മടക്കി എടുത്തിരിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ 2 വട്ടം മടക്കി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സെയിം കളർ തന്നെ അവിടം വെച്ചിട്ട് വേണം മടക്കി എടുത്തിട്ട് കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ തയ്ക്കുമ്പം രണ്ട് കളർ ത്രെഡായിട്ട് ഒരു സൈഡിൽ തന്നെ വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ ഞാൻ 2 ത്രെഡായിട്ട് എടുത്ത് കോർത്തേക്കുന്നതാണ് ഈ ത്രെഡിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുവരെ 2 ത്രെഡുണ്ട്. സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്, നോക്കിയാൽ മനസ്സിലാക്കും. അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ 6 സ്ട്രാൻഡ്സിൻ്റെ 2 വട്ടം എടുത്ത് വെച്ചു. ആങ്കർ ത്രെഡ്, പേൾ കോട്ടൺ ത്രെഡ് അല്ലാണ്ട് നോർമൽ ത്രെഡ് ആണെങ്കിൽ ഒരു 12 സ്ട്രാൻഡ്സിൻ്റെ എഫക്റ്റ് അത്രയോ ഇല്ലെങ്കിലും ഒരു മോർ ദാൻ 6 സ്ട്രാൻഡ്സിൻ്റെ എഫക്റ്റ് നമുക്ക് ഇത് 2 വട്ടം മടക്കിയെടുക്കുമ്പോൾ കിട്ടും. ആ ഒരു തിക്നെസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ. ഈ ഒരു സ്റ്റിച്ച് അങ്ങനെ തയ്ച്ചാലാണ് ഭംഗിയുണ്ടാവുള്ളൂ. നമ്മൾ ഈ ഏത് പെറ്റലാണോ എടുക്കുന്നത് അതിൻ്റെ തൊട്ട് മേളിൽ നമ്മൾ വരച്ചേക്കുന്ന പടത്തിൻ്റെ തൊട്ട് മേളിലായിട്ട് കുത്തിയെടുക്കുക. അതിപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ തൊട്ട് മേളിൽ നമ്മൾ കുത്തിയെടുക്കുക ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ കോർണർ നമ്മൾ ഇത്രയും ഉണ്ട് പെറ്റലിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ നീഡിൽ കുത്തുന്നത്. അവിടെ നിന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ലെവലിലായിട്ട് തന്നെ മേളിൽ കുത്തുക ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഈ നീഡിലിൻ്റെ മേളിൽ കൂടെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. ട്വിസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് നീഡിൽ വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ത്രെഡ്. അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഇപ്പുറത്തെ സൈഡ്, നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു പെറ്റൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മൾ കുത്തിയെടുത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നിന്ന് താഴ്ന്നു തന്നെ മേളിലോട്ട്, ഇതിൻ്റെ കുറച്ച് മേളിലായിട്ട് അടുപ്പിച്ചും തയ്ക്കാം അകത്തിയും തയ്ക്കാം. അടുപ്പിച്ച് തയ്ച്ച വേറൊരു ഭംഗിയാണ്, അകത്തി തയ്ച്ച വേറൊരു രീതിയിലാണ്. എന്ന് വെച്ചാൽ അകന്നിരിക്കുമ്പോൾ ഉള്ള വേറൊരു ഭംഗിയുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അത് എത്ര
ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ബ്ലാക്കിലായതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ രണ്ടിടത്തും ചെയിൻ ട്വിസ്റ്റായിട്ട്, ത്രെഡ് ട്വിസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇപ്പം നമ്മൾ തയ്ച്ച് വെക്കുന്നത് താഴെ ഇവിടെ നിന്ന് കുത്തിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ലെയർ ഇപ്പം തയ്ച്ചതിൻ്റെ ഇവിടുത്തെ ഈ ഒരു ത്രെഡിൻ്റെ ഇടയിൽ കൂടെയാണ്. അപ്പം ഈ ത്രെഡിൻ്റെ സൈഡിൽ, അതും ഈ സൈഡിലോട്ട് വരണം, ഓപ്പോസിറ്റ് സൈഡിൽ, എന്നിട്ട് മേലിലോട്ട് ഇങ്ങനെ, എന്നിട്ട് ത്രെഡ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഒത്തിരി വലിക്കണ്ട, സെയിം ഇപ്പം നമ്മൾ എടുത്തതിൻ്റെ സെയിം പോർഷനിൽ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ തന്നെ കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുത്തിയെടുക്കുക, ത്രെഡ് ഇതുപോലെ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക, വലിച്ചെടുക്കുക. അതെ, ലാഡർ പോലെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ലാഡർ സ്റ്റിച്ച് അല്ലതാനും. ഇനി വീണ്ടും അടുത്തത് ഈ ഒരു വിടവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു വിടവിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് പെറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലൊരു പെറ്റൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട്, ഇതിൻ്റെ അകത്ത് ഭയങ്കര തെറ്റിപ്പോകാനുള്ള ഇതൊന്നുമില്ല. ഇപ്പോൾ ബൂളിയൻ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ചുറ്റുന്നത്. ഫ്രഞ്ച് നോട്ടാണെങ്കിലും ചുറ്റിയെടുക്കുന്നത് വലിക്കുമ്പോൾ താഴത്തോട്ട് ഇറങ്ങിപ്പോവും ക്ലോത്തിനനുസരിച്ച്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ സ്റ്റിച്ചിൽ വരുന്നില്ല. എന്നാൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു 3D എഫക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു എംപോസ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഫ്ലവർ പാറ്റേൺ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇവിടെ എടുക്കുന്ന ത്രെഡ്, ഇപ്പം നമ്മൾ ആങ്കർ 6 strands എടുക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകാതെ ആ ത്രെഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഈ ലെയർ ഒന്ന് കണ്ടുപിടിക്കണം, ഏത് ലെയറിലാണ് തയ്ക്കണ്ടേ എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുത്തിയെടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് ത്രെഡ് വയ്ക്കുക, വലിക്കുക, അത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ ചെയ്യുക, അപ്പുറം ഇതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ ഈ പെറ്റൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. എന്നാൽ തയ്ച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡബിൾ ഷീറ്റ് ത്രെഡൊക്കെ ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിന് ഒരു പ്രത്യേക ഭംഗി. സിംഗിൾ ഷീഡ് ഇട്ടും തയ്ക്കാൻ ഇല്ല. നല്ല ഇപ്പോൾ ലീഫ് പാറ്റേണൊക്കെ ഈ സെയിം സ്റ്റിച്ച് വെച്ചിട്ട് ലീഫ് തയ്ക്കാം നമുക്ക്. എപ്പോഴും ഈ ഫ്ലൈ സ്റ്റിച്ച്, ഫിഷ് ബോൺ, അങ്ങനെ സാറ്റിൻ തയ്ക്കാണ്ട് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ സിംഗിൾ ഇട്ട് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. സിംഗിൾ കളർ ഗ്രീൻ അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ഗ്രീൻ ആയാലും. എപ്പോഴും ഫ്ലവറിന് തയ്ക്കുമ്പം ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്ത് ഇതുപോലെ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ വരും. ഒരു പെറ്റിൽ ഒരു കളറ്, മറ്റു പെറ്റിൽ വേറൊരു ഷെയ്ഡ്, അങ്ങനെയായിട്ട് പോകുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. സിംഗിൾ ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഇത്തിരി അകത്തി ഇത് നിങ്ങൾക്ക് തൊട്ടടുപ്പിച്ച് വേണം തയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. അപ്പോൾ അടുത്തടുത്തിരിക്കും. അപ്പം ഈ അകൽച്ച അത്രയും കാണത്തില്ല, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പം ഞാനിപ്പം തയ്ക്കുമ്പോൾ ഇവിടെ ഈ അകൽച്ച കുറച്ചും കൂടെ അടുത്തടുത്ത് വരുവാണെങ്കിൽ ഈ കെട്ടുകൾ അടുത്തടുത്ത് വരും. അപ്പോൾ കുറേയും കൂടെ ഭംഗിയിൽ ഇരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് ത്രെഡ് തീർന്നു, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ താത്തിയിട്ട് നെക്സ്റ്റ് ത്രെഡ് എടുക്കുമ്പം ഇതിൻ്റെ ഹോളിൽ കൂടെ തന്നെ എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂ എന്ന് വെച്ചാൽ അവിടെ ത്രെഡ് തീർന്നിട്ട് പിന്നെ വേറെ ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കണമെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ആ രീതിയിൽ നമുക്ക് അപ്പം ബിഗിനേഴ്സിന് ഇപ്പോൾ എവിടെ തീർന്നു പോയി, ഇനി എവിടെയാണ് എങ്ങനെയാണ് അടുത്ത ത്രെഡ് അറ്റാച്ച് ചെയ്യിക്കുന്നത് ഇതിൻ്റെ അകത്ത്, എന്നിട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്നും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തരികയാണ്. ഇപ്പം സപ്പോസ് ഞാനിത് എൻ്റെ ഇവിടെ ത്രെഡ് തീർന്നു, ഞാനിവിടെ കെട്ടിടുക എന്ന് വെച്ചോ, താഴത്തോട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് അവിടെ കെട്ടിട്ടു, നമ്മുടെ ത്രെഡ് തീർന്നു. പക്ഷേ ഈ ഒരു കളർ ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് ആണെങ്കിൽ ഈ ഒരു കളർ തന്നെ എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പം നമ്മളവിടെ കെട്ടിട്ടു, അടുത്ത ത്രെഡാണേ, അടുത്ത ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഹോളിൽ തന്നെ ഇപ്പം നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ ഒരു ഹോൾ ഉണ്ടാകും, ആ ഓട്ടയിൽ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് തയ്ച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടും.
നമ്മുടെ ഡിസൈനിൻ്റെ അവിടെ ഒരു കെട്ടിട്ടത് വേറൊരു ത്രെഡ് എടുത്തേക്കണതാണെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് ഇതായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുപ്പിച്ചോ അകത്തിയോ തയ്ക്കാം, അത് തയ്ക്കുന്നവരുടെ ചോയ്സാണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരുന്നത്. ലാഡറായിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ് ഡബിൾ ഷീറ്റ് ത്രെഡ് ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാനാണ് അതിൻ്റെക്കാളും ഭംഗി. ഇപ്പോൾ ഫ്രണ്ട് കാണാനും ഭംഗിയാണ്, ബാക്ക് സൈഡ് കാണാൻ അതിലും ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പം ഇവിടെ തയ്ച്ച് തീർന്നു. നമ്മൾ ഒരു വട്ടം കൂടെ തയ്ക്കാം നമ്മുടെ ടിപ്പ് തയ്ക്കാനായിട്ട്. ടിപ്പ് തയ്ക്കുമ്പം അടുപ്പിച്ചടുപ്പിച്ച് വരും കേട്ടോ. 2 പോയിൻറ്റും തൊട്ടടുത്തടുത്തായിരിക്കും വരുന്നത്. അത് കുത്തിയെടുക്കുന്നത് നോക്കുക. ഇനി ഇവിടെ താത്തിയിട്ട് ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ലൈൻ ഇത് ഡബിൾ ഷീറ്റ് ബ്ലാക്കിൽ ഡബിൾ ഷീറ്റ് ത്രെഡ് വന്നേക്കണ കാരണം നല്ല ഭംഗിയിൽ തന്നെ കാണാം. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ള് നമുക്കിതുപോലെ തന്നെ പെറ്റൽ തയ്ച്ചെടുക്കാം. ബാക്കിയുള്ള പെറ്റൽസ് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ പെറ്റൽസും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ പെറ്റൽസും തയ്ച്ചു കഴിയുമ്പോൾ ഫ്ലവർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ബ്ലാക്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ടോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ എവിടെയും സ്കാറ്റർ ചെയ്ത് 2-3 തയ്ച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫ്ലവറിന് ടോപ്പിന് വേറൊരു ലുക്ക് കിട്ടും. അതുവരെ ഭംഗിയുള്ളൊരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബീഡ് വെക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. മിററോ ബീഡോ അല്ലെങ്കിൽ സ്റ്റോൺസോ എല്ലാം ഫിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ 2 സ്ട്രാൻഡ്സ് എടുത്ത് പേൾ കോട്ടൺ ത്രെഡ് തന്നെ 2 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ നോക്കുകയാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് ഒരു ബീഡ് വയ്ക്കാം. അപ്പോൾ അതൊന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ചുറ്റും സ്റ്റെം സ്റ്റിച്ച് വെച്ചു. അതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നടുക്ക് ഒരു ബീഡ് വെക്കാം. ബീഡ് വെക്കുന്നത് ഇച്ചിരി വലിയ ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ബീഡ്, ഇപ്പോൾ ഈ ഇത്രയും വലിയ നീഡിലിൽ കൂടെ പാസ് ചെയ്യുന്ന ഹോളുള്ള ബീഡാണ്. അപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പ് ഇനിയും ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെയും കൂടെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ പാറ്റേൺ ഇരിക്കുന്നത്. അതിൻ്റെ ആ സ്റ്റെപ്പായിട്ടുള്ള ഇതും ആ ഡബിൾ ഷീഡഡ് ത്രെഡും നടുക്കൊരു ബീഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫേസ് ചെയ്യുവാണെങ്കിൽ, അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതല്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് ചോദിച്ചാലും മതി. നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.